PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചതിനെതിരെ AITUC തീരുമാനം റദ്ദാക്കണമെന്നാണ് AITUCയുടെ ആവശ്യം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പല മേഖലയിലും തൊഴിലാളികളുടെ വേതനം നിഷേധിക്കുമ്പോൾ PSC അംഗങ്ങൾക്ക് വാരിക്കോരി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച കാര്യമല്ലെന്നും വിമർശനം. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുന്നു. അർജുൻ, വിവിധ ഇടത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് തന്നെ വിമർശനം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം AIYF പ്രസ്താവന ഇറക്കുന്നത് കണ്ടു. ഈ തീരുമാനത്തിനെതിരെ ഇപ്പോൾ AITUC പുതുതായി രംഗത്തെത്തിയിരിക്കുന്നു. ഇങ്ങനെ വിവിധ ഇടത് സംഘടനകളെ പോലും ഈ വിഷയത്തിൽ വിശ്വാസത്തിലെടുക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണല്ലേ? ലക്ഷ്മി, തീർച്ചയായും പ്രതിപക്ഷത്തു നിന്നുള്ള വിമർശനത്തിന് പുറമെ ഇപ്പോൾ ഭരണപക്ഷത്തു നിന്നുള്ള വിമർശനം കൂടി ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കേൾക്കേണ്ടി വരികയാണ്. നേരത്തെ AIYF ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ CPI തൊഴിലാളി സംഘടനയായിട്ടുള്ള AITUCയും ശക്തമായിട്ടുള്ള ഒരു വിയോജനക്കുറിപ്പ് ഇക്കാര്യത്തിൽ അറിയിക്കുകയാണ്. അതായത് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണം, അത് റദ്ദാക്കണമെന്നാണ് AITUC ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1.5 ലക്ഷത്തോളം രൂപയാണ് ചെയർമാനും അംഗങ്ങൾക്കുമായി പുതുതായി കൂട്ടിയിട്ടുള്ളത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപ അംഗങ്ങൾക്കും ചെയർമാനും ഇനി മുതൽ ലഭിക്കും. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ഇത്തരത്തിൽ ചില ആളുകൾക്ക് ചില മേഖലയിൽ മാത്രം ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല എന്നാണ് AITUC സംസ്ഥാന കൗൺസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നിരവധിയായിട്ടുള്ള മേഖലകളിൽ, തൊഴിൽ മേഖലയിൽ വേതനം ഉൾപ്പെടെ ലഭിക്കാതെ സമരം ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അവർക്ക് കൃത്യമായ വേതനം നൽകാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇടതുപക്ഷ സർക്കാരിന് ഇത് യോജിച്ച കാര്യമല്ല എന്നാണ് AITUCയുടെ വിമർശനം. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ സ്കൂൾ പാചക തൊഴിലാളികൾ, ആശ, അംഗൻവാടി വർക്കർമാർ, പൊതുമേഖലയിലെ താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുവരെ കൃത്യമായി വേതനം നൽകാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത് ഇടതുമുന്നണി സർക്കാരിന് ഭൂഷണമല്ല എന്നാണ് AITUC വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിർദ്ദേശത്തോടെ, അതായത് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടുന്നത് വഴി 4 കോടിയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന് വീണ്ടും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്മാറണം. ഈ ശമ്പള വർധനവ് റദ്ദാക്കണമെന്നാണ് AITUC ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ളത്. അത് നേരത്തെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഭരണപക്ഷത്തുനിന്ന് കൂടി വിമർശനം ഉയരുന്നത് സർക്കാരിന് എന്തായാലും പ്രതിസന്ധിയാകും. അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.